ഹലോ കൂട്ടുകാരെ, ഒരുപാട് പേരുടെ മെയിൽ വരുന്നു. നമ്മളുടെ റെയിൽവേ എക്സാമുകൾക്ക് വേണ്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, റെയിൽവേ എക്സാംസിന് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യണം, എങ്ങനെ അവരുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകണം, ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അത് ഒരുപാട് വന്നപ്പോൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ റെയിൽവേക്ക് വേണ്ടി ഞാൻ ഓൾറെഡി നമ്മളുടെ SSC RRB എന്ന് പറഞ്ഞ കംപ്ലീറ്റ് ഒരു മെമ്പർഷിപ്പ് ബാച്ച് ഉണ്ട്. ഇപ്പോൾ കുറേ പേർക്ക് ഈ മെമ്പർഷിപ്പ് എന്താണെന്നോ അല്ലെങ്കിൽ അതിലെന്താണ് നടക്കുന്നതെന്നോ അപ്പോൾ അവിടെ എങ്ങനെ പഠിക്കണമെന്നോ അറിയില്ല. അപ്പോൾ അതിന് ജസ്റ്റ് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് ആയിട്ട് റെയിൽവേയുടെ മാത്സിൻ്റെ, അതായത് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഏതാണോ ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളുടെ 2025 കഴിഞ്ഞ RRB NTPC അണ്ടർ ഗ്രാജുവേറ്റിൻ്റെയും പിന്നെ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ Tier 2 വരെയുള്ള ക്വസ്റ്റ്യൻസ്, റെയിൽവേയിൽ ചോദിച്ച TCSൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും 6000-ലധികം ക്വസ്റ്റ്യൻസിൻ്റെ മാത്സിൻ്റെ മാത്രം. ഇപ്പം നിങ്ങൾ പിനാക്കിൾ ബുക്കായിരിക്കും, YCT ബുക്കായിരിക്കും. അപ്പോൾ പിനാക്കിൾ ബുക്കിലെ ആണെങ്കിലും അതിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഓരോ ചാപ്റ്റർ വൈസ് എന്ത് ചെയ്യാൻ പോവാണ്, ഒരു കോഴ്സായിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിരിക്കും. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ ഒരു നമ്പർ സിസ്റ്റം തന്നെ, അതിൻ്റെ ഇൻഡെക്സും കാര്യങ്ങളും ഞാൻ കാണിക്കാം. നമ്പർ സിസ്റ്റം തന്നെ ഒരു 400-500 ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും സൊല്യൂഷൻ, അതും മാഗ്നമെൻ്റർ സ്റ്റൈലിൽ, അതായത് നമ്മുടെ പെൻ ഫ്രീ സ്റ്റൈലിൽ എക്സാം മെത്തേഡിലും അതുപോലെ ബേസിക് മെത്തേഡിലും എല്ലാ ലെവലിലും ക്വസ്റ്റ്യൻസ് ചെയ്ത് എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ റെയിൽവേയുടെ മാത്സ് പഠിക്കാൻ പോവാണ്. അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിനും ഓൾറെഡി ഇപ്പോൾ SSCക്ക് വേണ്ടി SSC-CGLൻ്റെ ലെവലിലുള്ള ഷെഡ്യൂളുകളാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ റെയിൽവേക്ക് ഇപ്പോൾ എന്ത് വേണ്ട, നമ്മുടെ ഇംഗ്ലീഷ് വേണ്ട, ബാക്കി റീസണിങ്ങും മാത്സും GK അത് ഡെയിലി ടാർഗറ്റുകൾ തന്ന് നിങ്ങൾക്ക് അത് ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ എന്ത് ചെയ്യാൻ പറ്റും, ജോലിയിലോട്ട് എത്താൻ പറ്റും. വേറെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളും വേണ്ട. ഇതിലെ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുള്ള റിസോഴ്സുകൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. അതിൻ്റെ ജസ്റ്റ് ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോയിലായിട്ട് പറയുന്നത്. ഒരുപാട് വലിയ വീഡിയോ ഒന്നുമല്ല. യെസ്, നമ്മുടെ ചാനലാണ്. ഓക്കെ. അപ്പോൾ കുറേ പേരുടെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാ. കുറേ പേര് ബിഗിനേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യണം, അതുപോലെ കുറേ പേര് ഓൾറെഡി മെമ്പർഷിപ്പിൽ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ച ആൾക്കാരുണ്ട്, അവർക്ക് റിവിഷൻ ചെയ്യാൻ, കുറേ പേര് ക്ലാസ്സൊക്കെ കണ്ട് പഠിച്ചവരുണ്ട്, അവർക്ക് റിവിഷൻ സെറ്റ് ആവുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ഫോളോ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, എന്ത് ചെയ്യുക, ഇതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഡെയിലി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഡെയിലി കുറച്ച് ഷെഡ്യൂൾസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യം പറയാം. നമ്മളൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ടെലിഗ്രാം ചാനലായിരിക്കും. ആ ടെലിഗ്രാം ചാനൽ എന്ത് ചെയ്യും, നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സൺഡേസിലും അടുത്ത ആഴ്ച ചെയ്യേണ്ട ടാസ്കുകൾ എന്തൊക്കെ ആണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറയും. അത് എവിടെ നിന്നാണ് ചെയ്യേണ്ടതെന്നും പറയും. അതെന്ത് ചെയ്യണം, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തീർക്കണം. എന്നിട്ട് മെയിലിൽ എന്ത് ചെയ്യണം, ഓരോ ആഴ്ചയിലത്തെയും റിപ്പോർട്ടുകൾ അയക്കണം. ഓൾറെഡി നമ്മൾ SSCയുടെ മെൻറ്റർഷിപ്പിൽ അല്ലെങ്കിൽ CGL മെയിൻസിൻ്റെയും CGL അല്ലെങ്കിൽ SSC-RRBയുടെ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അത് ഓൾറെഡി ഉള്ളവർ എന്ത് ചെയ്യേണ്ട, ഇതിനകത്തോട്ട് സെപ്പറേറ്റ് ടാസ്കിന് വേണ്ടി നിങ്ങൾ ടെലിഗ്രാം ചാനലൊന്നും ജോയിൻ ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെയിൽവേ പഠിക്കുന്നവർക്ക്, റെയിൽവേ എക്സാംസ് എഴുതുന്നവർക്ക് ആ കംപ്ലീറ്റ് ആയിട്ടുള്ള മാത്സിൻ്റെ ക്ലാസ്സുകൾ കാണും. ഇനി വേറെ ഒന്നും കാണുന്നില്ല, നിങ്ങൾ SSC എഴുതുന്നേ ഇല്ല, റെയിൽവേ മാത്രം, ഓൺലി RRBക്ക് വേണ്ടിയാണ് ഈ ഒരു ടെലിഗ്രാം ചാനൽ. SSCയും കൂടെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, SSC ഉള്ളവരാണെങ്കിൽ ഓൾറെഡി നമ്മൾ CGL ലെവലിൽ പഠിച്ചാൽ RRB ലെവലിൽ സെറ്റ് ആയിക്കോളും. SSC പഠിക്കുന്നവർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഷെഡ്യൂൾ ഫോളോ ചെയ്യുന്നത് നമ്മളുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ് മാത്സ് ആൻഡ് ഇംഗ്ലീഷിൻ്റെ, നേരത്തെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത ആ ഒരു കംപ്ലീറ്റ് മാത്സ് ആൻഡ് ഇംഗ്ലീഷിൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ഓൺലി റെയിൽവേ മാത്രം, അതായത് റെയിൽവേയുടെ എക്സാംസ് മാത്രമേ എഴുത്തുള്ളൂ. അതിപ്പോൾ RRB JE ആയിക്കോട്ടെ, RRB NTPC ഗ്രൂപ്പ് D, അത് റെയിൽവേയുടെ എക്സാം മാത്രം എഴുതുള്ളൂ എന്നുള്ളവർ മാത്രമാണ്. അത് ഒരുപാട് പേര് അങ്ങനെ ചോദിച്ചു, അതിൽ SSCയുടെ അല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെ എനിക്ക് പറ്റുമെന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ ഓൺലി റെയിൽവേ ഉള്ളവരാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യേണ്ടത്. ടെലിഗ്രാം ചാനലിലെ ലിങ്ക് എവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ, ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തേക്കാം, ഒരു അൾട്ടിമേറ്റ് ഗൈഡ് എന്ന് പറയുന്ന നമ്മളുടെ അതിനും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൾട്ടിമേറ്റ് ഗൈഡ് ടു RRB എക്സാം അല്ലെങ്കിൽ RRB മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ എന്ത് ചെയ്യും, ചെയ്തിട്ട് ഇതിൻ്റെ കമൻറ്റിൽ എന്ത് ചെയ്തേക്കാം, പിൻ ചെയ്തേക്കാം. അങ്ങനെ കമൻറ്റിൽ പിൻ ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ എന്ത് കാണും, നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കാണും. അപ്പോൾ RRB എക്സാം മാത്രം പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, അതിന് ജോയിൻ ചെയ്ത് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ നോർത്ത് ഇന്ത്യക്കാരെ അപേക്ഷിച്ച് നമുക്ക് ഈ സക്സസ് റേറ്റ് കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പഠിക്കുന്നത് ഏതെങ്കിലും ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതും നോക്കിക്കൊണ്ടിരിക്കും. നമുക്ക് എന്ത് ചെയ്യത്തില്ല, നമ്മൾ സർഫസ് ലെവലിലല്ല പഠിക്കുന്നത്, അത് ഇങ്ങനെയല്ല, ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് ചെയ്യത്തില്ല, സിലബസ് അല്ലെങ്കിൽ ടോപ്പിക്കുകൾ വേണ്ടുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ വേണ്ടുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ നിന്നും കുറേ പരിപാടി ചെയ്യാനുണ്ട്,
അതുപോലെ തന്നെ എൻ്റെ ഹെൽപ്പ് എന്ത് ചെയ്യുന്നതായിരിക്കും, മാത്സിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. റീസണിങ്ങും ജി കെയും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും എൻ്റെ അടുത്ത് എന്ത് ചെയ്യാം, ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുപോലെ SSCക്ക് ഓൾറെഡി നിങ്ങൾ SSC RRB, അത് SSCക്ക് മാത്രമുള്ളതല്ല, SSC RRB രണ്ടും എഴുതുന്ന കുട്ടികളാണ് കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, നമ്മുടെ മലയാളത്തിൽ നിന്ന് അങ്ങനെയാണുള്ളവർ, അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്താൽ മതി, അതിൽ തന്നെ ഷെഡ്യൂൾ ഫോളോ ചെയ്താൽ മതി. ഇത് ഫോളോ ചെയ്യണമെന്നില്ല, രണ്ടും കൂടെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല, ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഓൺലി RRB മാത്രമാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇനി നേരത്തെ പഠിച്ച കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് RRB മാത്രമാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാനൽ ജോയിൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ മതി. ഇനി നമ്മളുടെ ക്ലാസ്സിൻ്റെ കാര്യം പറയുവാണ്. നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ മാത്സ് ആണ് പ്രശ്നം. മാത്സ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പ്രിലിംസിൽ ചിലപ്പോൾ മാത്സ് എളുപ്പമാണെങ്കിൽ അതെന്ത് ചെയ്യും, മെയിൻസിൽ മാത്സ് ഡിഫിക്കൽട്ട് ആവും. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ മാത്സ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ സ്പീഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം അത് കുളമാക്കും. എന്തുകൊണ്ടാണ് പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആൻസർ അറിയാത്തതല്ല, എന്താണ് അത് കാൽക്കുലേഷൻ ചെയ്ത് അല്ലെങ്കിൽ അത് സെറ്റാക്കി അതിൻ്റെ മെത്തേഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ട്രഡീഷണൽ മെത്തേഡ്സിന് സമയം എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ എക്സാം പ്രഷർ ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഒരുപാട് കാൽക്കുലേഷൻ എററിലോട്ടൊക്കെ പോകും. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡാണ്, അതുപോലെ നിങ്ങളുടെ കൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ട്, അതുപോലെ നിങ്ങളുടെ പെൻ ഫ്രീ ആയിട്ടുള്ള മെത്തേഡ്സ് വേണം. അപ്പോൾ അത് നമ്മുടെ മലയാളത്തിലുള്ള ചാനൽസിൽ കുറവാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു ക്ലാസ് ഒരു കംപ്ലീറ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്തായിരിക്കും, നിങ്ങൾ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ചാപ്റ്ററിലൊക്കെ ഒരു മാസത്തിനുള്ളിൽ ഇരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത്. നിങ്ങൾക്കായിട്ട് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഏത് ബുക്ക് എടുത്താലും ആ ബുക്കിലെ ക്വസ്റ്റ്യൻസ് എവിടെ കാണും, ഈ ഒരു ബാച്ചിൽ കാണും. അതിനുവേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഈ മാത്സിൻ്റെ ഈ ഒരു സൊല്യൂഷൻ ബാച്ച് ഇവിടെ തുടങ്ങുന്നത്. അതുപോലെ കുറേ എഴുത്തല്ല വേണ്ടുന്നത്. നമ്മൾ എത്ര എഴുതുന്നൊന്നും അവർ എന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. നമ്മുടെ ആൻസർ കറക്റ്റ് ആണോ അല്ലയോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിൽവേയുടെ എല്ലാ ആയിട്ടുള്ള മാത്സിൻ്റെ കാര്യം നിങ്ങൾ പിന്നെ നോക്കിയേ വേണ്ട. മാത്സ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യും. വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് മാത്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രമല്ല, അപ്പോൾ അത് എന്താണെന്ന് ഞാൻ പറയാം, കൺസെപ്റ്റുകളും എങ്ങനെ കിട്ടുമെന്ന് പറയാം. അപ്പോൾ ഇത് ടാർഗറ്റ് എക്സാംസ് നമുക്കറിയാം, NDPC, ഗ്രൂപ്പ് D, RPF, SI കോൺസ്റ്റബിൾ, അതുപോലെ RRB എല്ലാം ഇതിലെല്ലാം JEയുടെ CBT 1. നമുക്ക് പെൻ ഫ്രീ, നിങ്ങൾ എൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നമ്മൾ പെൻ ഫ്രീ ആയിട്ടാണ്. നിങ്ങൾ ഹിന്ദി ചാനൽസിലൊക്കെ ആയിരിക്കും ഈ ഒരു ടേം കുറേ കേട്ടിട്ടുള്ളത്. അപ്പോൾ കാൽക്കുലേഷൻ ചെയ്യാം, നമുക്ക് ആവശ്യമുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിച്ച് ചെയ്യും എന്നുള്ളത് എൻ്റെ ക്ലാസ് കണ്ടവർക്കറിയാം, അവർക്ക് എന്ത് ചെയ്യാം, ഇത് കമൻറ്റായിട്ട് പറയാവുന്നതാണ്. ഇപ്പോൾ ഓപ്ഷൻ എലിമിനേഷൻ, യൂണിറ്റേറ്റീവ് മെത്തേഡ്, ലോജിക്കൽ അപ്രോക്സിമേഷൻ എല്ലാം ചെയ്യുന്നതായിരിക്കും. യെസ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബിഗിൻ ചെയ്യാം. 6000-ലധികം. അപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പോലും വിടാതെ എന്ത് ചെയ്യാം, നമുക്ക് ചാപ്റ്റർ വൈസ് എല്ലാ എക്സാംസിലും ഓക്കെ എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാൻ പറ്റും, ഈസി ക്വസ്റ്റ്യൻസും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും എല്ലാ ലെവലും എന്ത് ചെയ്യാം, ഇതിൽ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, മെന്റർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു, ടെലിഗ്രാം ആക്സസ് ഉണ്ട്, അതുപോലെ ഡെയിലി ഷെഡ്യൂൾ ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഗ്രൂപ്പ് കാണും, ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, നിങ്ങൾ പഠിപ്പിച്ച സാധനങ്ങൾ അല്ലെങ്കിൽ ഷെഡ്യൂൾ ഇട്ട ഡൗട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. ഇനി നിങ്ങൾക്ക് ഈ മെമ്പർഷിപ്പിൻ്റെ കുറച്ച് ഡൗട്ട് കാണും. ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ ജോയിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അപ്പുറത്ത് ജോയിൻ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അതിൽ കൊടുക്കുക. അപ്പോൾ അവിടെ സെലക്ട് ലെവൽ എന്ന് വരും. അപ്പോൾ സെലക്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 ലെവലാണ് വരുന്നത്. ഒന്ന് കംപ്ലീറ്റ് മാത്സ് ആൻഡ് ഇംഗ്ലീഷും, ഒന്ന് ഓൾ ആക്സസും വരുന്നത്. അപ്പോൾ ഈ കംപ്ലീറ്റ് മാത്സ് ആൻഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ പ്രൈസ് നിങ്ങൾ കണ്ടു. അപ്പോൾ അതിൽ നിങ്ങൾ ചാനൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന എന്തായിരിക്കും, കംപ്ലീറ്റ് മാത്സ് ആൻഡ് ഇംഗ്ലീഷ്. അതായത് ഞാനത് കാണിച്ചു കഴിഞ്ഞാൽ യെസ് നമ്മൾ ഓക്കെ അത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് സെക്ഷനിൽ വന്നു. അപ്പോൾ അതിലെ കംപ്ലീറ്റ് മാത്സ് ആൻഡ് ഇംഗ്ലീഷിൽ വരുന്നതാണ് മാത്സ് സ്പെഷ്യൽ ബാച്ച് ഫോർ SSC RRB. മാത്സ് സ്പെഷ്യൽ ബാച്ച് ഫോർ SSC RRB ഇതാണ്. അത് ഓൾറെഡി 121 ക്ലാസ് ആയിട്ടുണ്ട്. 121 ക്ലാസ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 അങ്ങനെ എന്താണ് 20 ക്ലാസ്. ആദ്യത്തെ 20 ക്ലാസ് എന്തൊക്കെയാണ് ടോപ്പിക് എന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പഠിക്കുന്ന ആ ഒരു ലെവൽ എന്താണ്. ഡിജിറ്റൽ സമ്മാണ് ആദ്യം പഠിക്കുന്നത്, അതും എത്ര ക്ലാസ് ആണ്, 6 ക്ലാസ്. അപ്പോൾ അത് അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, കിട്ടിലുമായിട്ട്. ഇനി നിങ്ങൾ ഡീറ്റെയിൽ സമ്മിനെ പറ്റി നോക്കേണ്ടി വരത്തില്ല. അതുപോലെ മൾട്ടിപ്പിൾ ചെക്കിങ് 3, 4 ഉണ്ടോ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം. പിന്നെ പോയിന്റ് എലിമിനേഷൻ മെത്തേഡ്, അതുപോലെ അപ്രോക്സിമേഷൻ മെത്തേഡ് 2 ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 മണിക്കൂർ നമ്മൾ അപ്രോക്സിമേഷൻ പഠിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഡേറ്റ് മെത്തേഡ്, പിന്നെ നമ്മൾ ഡിവിസിബിലിറ്റി. അപ്പോൾ ഈ ഒരു 20 ക്ലാസ് നിങ്ങൾ കണ്ടിട്ടാണ് നിങ്ങൾ പഠിത്തം തുടങ്ങുന്നത്. അപ്പോൾ ഇത് ആർക്കൊക്കെ വേണ്ടിയാണ്, SSCക്ക് പഠിക്കുന്നവർക്കും റെയിൽവേക്ക് പഠിക്കുന്നവർക്കും കംപ്ലീറ്റ് ആയിട്ടൊരു സ്ട്രോങ് ബേസ് ആണ് വേണ്ടത്. അതിപ്പോൾ SSC ആയാലും റെയിൽവേ ആയാലും ബാങ്ക് ആയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ്സിൽ ഉപയോഗിക്കാം. അതിനകത്ത് ഇപ്പോൾ ഓൾറെഡി റേഷ്യോ പ്രൊപ്പോർഷൻ ഇത്രയായി. റേഷ്യോ പ്രൊപ്പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. റേഷ്യോ പ്രൊപ്പോർഷൻ തന്നെ പിനാക്കിളിൻ്റെ സൊല്യൂഷനും നമ്മുടെ പിനാക്കിളിൻ്റെ SSC സൊല്യൂഷനും റെയിൽവേ സൊല്യൂഷനും ചെയ്തു. അതുപോലെ LCM HCF കംപ്ലീറ്റ് ആയി.
കംപ്ലീറ്റ് ആയി. ക്ലാസ്സിൻ്റെ എണ്ണം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡീപ്പായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത പെർസെൻറ്റേജ് ഇന്ന് കംപ്ലീറ്റ് ആവും. പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി. അടുത്ത ചാപ്റ്റർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ്, അപ്പോൾ അത് നമ്മുടെ മാത്സിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് അതിനകത്ത് തന്നെ എന്തുണ്ട്, ഈ കംപ്ലീറ്റ് മാത്സ് ആൻഡ് ഇംഗ്ലീഷിലെ ആദ്യത്തെ ലെവൽ, അതാണ് ലെവൽ 1. അതിലെന്തുണ്ട്, നിങ്ങൾക്ക് ഇംഗ്ലീഷും കിട്ടും. ഇംഗ്ലീഷ് കംപ്ലീറ്റ് ഇംഗ്ലീഷ് ഉണ്ട്. അത് SSC പഠിക്കുന്നവർക്ക് മതി, റെയിൽവേ പഠിക്കുന്നവർക്ക് ആവശ്യമില്ല. അതിപ്പോൾ ഓൾറെഡി 26 ക്ലാസ്, അതെന്ത് ചെയ്യും, അതും കണ്ടിന്യൂ ചെയ്ത് പോകും. അതുപോലെ തന്നെ നമുക്ക് അതാണ് ആ 2 ലെവലിലുള്ളത്. ഇനി നമ്മളുടെ അടുത്ത ലെവൽ നോക്കൂ. അടുത്തത് ഓൾ ആക്സസ് പാസ് ആണ്. അപ്പോൾ ഓൾ ആക്സസ് പാസിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിലുള്ള സാധനങ്ങൾ, അതായത് ഓൾ ആക്സസ് പാസിൽ ഓൾറെഡി ഈ 119 സാധനങ്ങളും ഉണ്ട്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് വരുന്ന ബാക്കി ബാച്ചുകളും. ഇപ്പോൾ എക്സ്ട്രാ ആയിട്ട് വരുന്ന ബാച്ചസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിനകത്ത് കംപ്ലീറ്റ് മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ഓൾറെഡി ഉണ്ട്. ഇനി അതിൻ്റെ കൂടെ ഈ ഓൾ ആക്സസ് പാസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റെയിൽവേ എക്സാംസിന് ഇനി എക്സ്ട്രാ വരുന്നത് എല്ലാം ഇതിനകത്തായിരിക്കും. അതായത് ഓൾറെഡി ഈ സാധനം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതിൻ്റെ കൂടെ പ്ലസ് ഇപ്പോൾ ഉള്ളത് എന്താണ്, ഇപ്പോൾ ഇതിനകത്തുള്ളത് CGL മെയിൻസിൻ്റെ ബാച്ച് ഉണ്ട്. CGL മെയിൻസ് 2025 മാത്സിൻ്റെ പ്രാക്ടീസ് ബാച്ച് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. CGL മെയിൻസ് 2025 പ്രാക്ടീസ് ബാച്ച് ഓൾറെഡി ഇവരുണ്ട്. അതിൻ്റെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെർസെൻറ്റേജ് കഴിഞ്ഞു, ഓൾജിബ്ര കഴിഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു. റേഷ്യോ, പ്രൊപ്പോർഷൻ, ട്രിഗ്നോമെട്രിയും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് വേണ്ടിയുള്ളതാണ്. ഇതിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അപ്പോൾ അല്ലാതെ പുതിയ ലെവലുകളൊന്നുമില്ല. ഇതിൽ തന്നെ ആയിരിക്കും നമ്മളുടെ റെയിൽവേ RRBയുടെ ബാച്ച് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ PYQ, കംപ്ലീറ്റ് PYQ, വെറും PYQ അല്ല, കംപ്ലീറ്റ് ആയിട്ടുള്ള PYQ. നിങ്ങളുടെ പിനാക്കിൾ ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യും, അവിടെ ചെയ്യുന്നതായിരിക്കും. കംപ്ലീറ്റ് PYQ വരുന്നത് എവിടെ ആയിരിക്കും, ഇതിലായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ജോയിൻ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു ക്ലാസ് കാണാൻ പറ്റൂ. ഇതിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആ ഒരു കംപ്ലീറ്റ് മാത്സ് ആൻഡ് ഇംഗ്ലീഷ് കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് റെയിൽവേ മാത്സിന് വേണ്ടി വേണ്ടത്? ഒന്ന്, നമ്മളുടെ ഈ ഒരു കംപ്ലീറ്റ് മാത്സ് ആൻഡ് ഇംഗ്ലീഷിലെ മാത്സ് ക്ലാസ്, ആ മാത്സ് ക്ലാസ് വേണം. കാര്യം ബേസ് ലെവൽ മുതൽ എല്ലാ കൺസെപ്റ്റുകളും, ഡിജിറ്റൽ സം, അപ്രോക്സിമേഷൻ, എന്തൊക്കെയാണോ നിങ്ങൾക്ക് മാത്സിന്റെ ബേസിന് വേണ്ടത് അതും പഠിച്ച് ഓരോ ചാപ്റ്ററിന്റെയും കൺസെപ്റ്റും പഠിച്ച് ക്വസ്റ്റ്യൻസ്, നല്ല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് വന്ന് അതിന്റെ കൂടി ഈ പ്രാക്ടീസ് ആകും. ഇത് പ്രാക്ടീസാണ്, അതും വേണം ഇതും വേണം. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു കൺസെപ്റ്റ്. അതായത് ഇത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതും കിട്ടും, മാത്സിന്റെ കംപ്ലീറ്റ് ക്ലാസ്സും കിട്ടും, അതിന്റെ കൂടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സൊല്യൂഷനും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് എക്സാം ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം. ഏകദേശം ഒരു 7-8 മാസം, 8 മാസത്തോളം എടുക്കുന്നത് ബാച്ച് കംപ്ലീറ്റ് ആവാൻ. അപ്പോൾ നിങ്ങൾക്ക് പെർ മന്ത് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്തിയിട്ട് പോവാം. ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗുണമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർത്താം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, നഷ്ടമൊന്നുമില്ല. നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ബാക്കി ഷിഫ്റ്റ് വൈസ് സൊല്യൂഷനൊക്കെ നമ്മളവിടെ ചെയ്യുന്നതായിരിക്കും. യെസ്, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മളവിടെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു അൾട്ടിമേറ്റ് ഗൈഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിലായിരിക്കും, അത് മെമ്പേഴ്സ് ഉള്ളി ആയിരിക്കും. അതിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടെലിഗ്രാം ലിങ്ക് ഇടുന്നത്, നമ്മൾ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കമ്മ്യൂണിറ്റി ടാബിൽ പോകുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ആ ഒരു ഇതിൻ്റെ പിൻഡ് കമൻറ്റിൽ എന്ത് ചെയ്യുന്നതായിരിക്കും, അൾട്ടിമേറ്റ് ഗൈഡ് എന്ന് പറയുന്ന വീഡിയോ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഓക്കെ, അൾട്ടിമേറ്റ് ഗൈഡ് എന്ന് പറയുന്ന വീഡിയോ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അതിലെന്ത് കാണും, അതിൻ്റെ കമൻറ്റ് സെക്ഷന്, അതിൻ്റെ കമൻറ്റ്, ആ വീഡിയോയുടെ കമൻറ്റിൽ എന്ത് കാണും, ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കാണും, ടെലിഗ്രാം ഗ്രൂപ്പും കാണും. അതിൽ ജോയിൻ ചെയ്ത് നമുക്ക് ഈ സൺഡേ മുതൽ നമുക്ക് ഷെഡ്യൂൾ ഇടും അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടിയുള്ള. അതുപോലെ തന്നെ നമ്മളുടെ മാത്സിൻ്റെ ക്ലാസ് ഇന്ന് മുതൽ എന്ത് ചെയ്യും, ക്ലാസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഈ ഒരു ക്ലാസ്സിൻ്റെ കാര്യത്തെ പറ്റി പറയാനുള്ളത്. ഡൗട്ട് ഉള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെയിൽ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഒരു നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് പഠിക്കണം, സീരിയസ് ആയിട്ട് പഠിക്കണം എന്നുള്ളവർക്ക്, ഒരുപാട് പേര് മെയിൽ അയച്ചതുകൊണ്ടാണ്, പഠിക്കണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, സെറ്റായിട്ട് ആ ഉറപ്പ് ഞാൻ തരാം. സീരിയസ് ആയിരിക്കും അങ്ങോട്ടും, സീരിയസ് ആയിരിക്കണം ഇങ്ങോട്ടും, അത്രേ ഉള്ളൂ. യെസ്, അപ്പോൾ സെലക്ഷൻ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് വർക്കിംഗ് ഹാർഡ്, ഇറ്റ്സ് അബൌട്ട് വർക്കിംഗ് സ്മാർട്ട്. അപ്പോൾ അങ്ങനെ സ്മാർട്ടായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വർക്ക് ചെയ്യാം. ഇതുവരെ ഉള്ളതെല്ലാം കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇതുവരെ ചെയ്തതിനകത്ത് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബാക്കി ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം കാണുക. താങ്ക് യു സോ മച്ച്.